ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി 192 ഗീതം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 192. പിതാ പുത്രാത്മാവായ നാഥ നിനക്കയോഗ്യർ ഞങ്ങൾ ഇങ്ങെല്ലാം. നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നനവുകളെ
ഇടർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. അത്യുന്നത ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തര പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലെ കേൾക്ക. നമ്മുടെ ദൈവമായ കർത്താവ് ഏകകർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിന് ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമുക്ക് 132 ഗീതത്തിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചരണം നമുക്ക് പാടാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴിയിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി പാവങ്ങളെ ഏറ്റുപറയുവിൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് വിരോധമായി പാവം ചെയ്തിരിക്കുന്നതെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ എല്ലാ ഇടത്തിലേ നടന്നിരിക്കുന്നത് ഞങ്ങൾ കർത്താവിനെ നാമം ചെയ്തിരിക്കുന്നുവെങ്കിൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തുവിന്റെ സകല പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവനായി ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസാക്ഷികൾ വളർത്തണമേ. മറ്റുള്ളവരുടെ ഹൃദയവും ക്ഷമിക്കാനുള്ള പ്രാപ്തി നടത്തുന്നതിന് സത്യമായി ക്രിസ്മസിൽ കൂടെ തെങ്കിലേക്ക് തിരിയുന്ന
എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്ക വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ മനഃപൂർവമായ മനസാന്തരത്തോടും സത്യവിശ്വാസം എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്കലിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി 33-ാം ഗീതത്തിന്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം പാടാം. 33-ാം ഗീതത്തിന്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം. തൃത്വത്തിൽ പിന്നെ 12-ാം ഞായറായ ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 31 മുതൽ 34 വരെയും 32-ാം അധ്യായം 37 മുതൽ 41 വരെയും പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 18 മുതൽ 8-ാം അധ്യായം 4 വരെ ആകുന്നു. പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 31 മുതൽ 34 വരെയും 32-ാം അധ്യായം 37 മുതൽ 41 വരെയുമുള്ള ദൈവവചനങ്ങളെ കേട്ടുകൊള്ളുവീൻ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്.
ഇനി അവരിലാരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. 32-ാം അധ്യായം 37 മുതൽ 41 വരെ. എൻ്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും. ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി അതിൽ നിർഭയമായി വസിക്കുമാറാക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏകമനസ്സും ഏകമാർഗവും കൊടുക്കും. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്ത് നടും. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചവസാനിച്ചു. പുതിയ നിയമ വേദപാഠ ഭാഗം വായിച്ചെടുക്കുന്നതിന് മുമ്പായി ജീസസ് വോയിസിന്റെ ഒരു പ്രത്യേക ഗാനം നമുക്ക് കേൾക്കാം. സ്തോത്രം. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം. കൈകൂപ്പി ഞാൻ നിൽക്കുന്നിതാ, എന്നാത്മം ഞാനേകുന്നിത, എന്റെ ജീവന്റെ ജീവനാഥ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം. എൻ ഘോര പാപങ്ങൾ പോക്കിടുവാൻ തിരുജീവൻ ബലിയായി നൽകിയവൻ. എൻ ഘോര പാപങ്ങൾ പോക്കിടുവാൻ തിരുജീവൻ ബലിയായി നൽകിയവൻ. അവൻ പരിപാലകൻ, അവൻ കരുണാമയൻ, അവൻ മനതാരിൽ നിറയുന്നവൻ, അവൻ മനതാരിൽ നിറയുന്നവൻ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം.
സ്വർഗീയ സാന്നിധ്യമിന്നിവിടെ നിൻ തിരുഭോജനമുൾക്കൊള്ളുമ്പോൾ സ്വർഗീയ സാന്നിധ്യമിന്നിവിടെ നിൻ തിരുഭോജനമുൾക്കൊള്ളുമ്പോൾ എന്നും സ്തുതിയേകിടാം എൻ്റെ പ്രിയനാഥനായി എന്നെ കരതാരിൽ താങ്ങുന്നവൻ, എന്നെ കരതാരിൽ താങ്ങുന്നവൻ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം കൈകൂപ്പി ഞാൻ നിൽക്കുന്നിതാ, എന്നാത്മം ഞാനേകുന്നിതാ എൻ്റെ ജീവന്റെ ജീവനാഥ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. അപ്പോസ്തലനാ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 18 മുതൽ 8-ാം അധ്യായം 4 വരെ ഉള്ള ദൈവവചനങ്ങളെ കേട്ടുകൊള്ളുവീൻ. എന്നിൽ എന്നുവെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാനിച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഇവിടെ ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിച്ചവസാനിച്ചു. വിശുദ്ധ സുവിശേഷം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു.
ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുകയില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ വേദപാഠഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായി 190 ഗീതത്തിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ചരണം പാടാം. 190 ഗീതത്തിൻ്റെ 1-ാമത്തെയും 3-ാമത്തെയും ചരണം. നിന്നിഷ്ടം പോലെ എന്നെ ചെയ്യൽ, ചത്താലും ജീവിച്ചാലും. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം മൗനമായി നിന്ന് ദൈവത്തെ വാഴ്ത്തി പരിശുദ്ധാത്മാ മുഖാന്തരം സകല സത്യത്തിലും വഴി നടത്തുവാൻ അപേക്ഷിക്കുക. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിൽ ആയിരിക്കാൻ, അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ നിമിഷങ്ങളിൽ ഇരിക്കുന്നതിനായിട്ട് അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട്, അങ്ങയുടെ വചനത്തിലെ സത്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടി നമുക്ക് ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവം നമ്മെ സഹായിക്കുന്ന കൃപയോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ആധാരവചനം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 18 മുതൽ 8-4 വരെയുള്ള വാക്യങ്ങൾ ആണ്. പൗലോസ് അവിടെ പറയുന്നത്, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ ന്യായപ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കിയിരിക്കുന്നു. ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ ഒരു വിശ്വാസിയിലുണ്ടാകുന്ന അവൻ്റെ ആന്തരികമായിട്ടുണ്ടാകുന്ന സംഘർഷത്തെയാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദ ഇന്നർ കോൺഫ്ലിക്റ്റ്. ഒരു കഥ ഇങ്ങനെ വായിക്കുവാനായിട്ടിടയായി. ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ കാണുവാനായിട്ട് അതിയായിട്ട് ആഗ്രഹിച്ചു.
അദ്ദേഹം പല ധ്യാന കേന്ദ്രങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ പോയി നിരവധി ധ്യാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടത്തി. അങ്ങനെ അനേകം അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹം ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഒരു വലിയ മല കയറുകയാണ്. അദ്ദേഹം ആ കയറുന്ന സമയത്ത് ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്. എങ്കിലും ക്രിസ്തുവിനെ കാണുവാനായിട്ടുള്ള അതിയായ ആഗ്രഹം, വാഞ്ച അദ്ദേഹത്തെ ആ മല കയറുവാനായിട്ട് നിർബന്ധിക്കുകയാണ്. അങ്ങനെ ആ മല കയറി മുകളിലെത്തിയ സമയത്ത് അവിടെ യേശുവിനെ കാണുകയാണ്. ഒരു പുൽമേടിൽ യേശു ഇരിക്കുന്നുണ്ട്. മനോഹരമായ ഒരു കാഴ്ച. യേശുവിൻ്റെ പുഞ്ചിരിച്ചുകൊണ്ടുള്ള ആ മുഖം, യേശുവിൻ്റെ തേജസ്സുള്ള മുഖം. യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു, യേശുവിനോട് അടുത്ത് ചേർന്ന് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. മധുരമായ ഭാഷണം, മനസ്സിന് ഇമ്പം അല്ലെങ്കിൽ മനസ്സിന് ആശ്വാസം നൽകുന്ന, കാതുകൾക്ക് ഇമ്പം നൽകുന്ന യേശുവിൻ്റെ ശബ്ദം. അങ്ങനെ യേശുവുമായിട്ട് അദ്ദേഹം കുറേ നേരം സംസാരിച്ചു. അതിനുശേഷം യേശു അവനോട് പറഞ്ഞു, നീ ഇനി താഴ്വാരത്തിലേക്ക് പോകുക. അവിടെ ചെന്നിട്ട് ഈ സ്നേഹത്തിൻ്റെ, ഈ സമാധാനത്തിൻ്റെ, ഈ പറഞ്ഞു. യേശുവിനെ കണ്ട ആ സന്തോഷത്തോടു കൂടി അദ്ദേഹം ആ മലയിൽ നിന്ന് ഒരു പടിപടിയായിട്ട് ഇറങ്ങുവാനായിട്ട് തുടങ്ങി. എന്നാൽ പിന്നീട് ഓരോ പടി ഇറങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിരവധി ചിന്തകൾ, നിരവധി സംഘർഷങ്ങൾ ഉടലെടുക്കുവാനായിട്ട് തുടങ്ങി. ഈ ഭൂമിയിലേക്ക് പോകുന്ന സമയത്ത്, ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ജീവിക്കുന്ന സമയത്ത്, ഈ യേശുവും അവൻ്റെ ഉള്ളിലുള്ള യേശുവും അവൻ ജീവിക്കുന്ന തിന്മ സമൂഹവും തമ്മിലുള്ള ഒരു വലിയ സംഘട്ടനം അവൻ്റെ ഉള്ളിൽ തന്നെ ഉരുത്തിരിയുകയാണ്. ഈ സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും മത്സരത്തിൻ്റെ സമൂഹമാണ്. ഇവിടെ മത്സരം എന്ന് പറയുന്നത് സത്യവും തമ്മിലല്ല, അസത്യവും തമ്മിലുള്ള മത്സരം, തിന്മയും തമ്മിലുള്ള പോരാട്ടം, അനീതിയും തമ്മിലുള്ള പോരാട്ടം. ഇവിടെ ജയിക്കുന്നത് ഏറ്റവും വലിയ അസത്യമാണ്, ഏറ്റവും വലിയ അനീതിയാണ്, ഏറ്റവും വലിയ തിന്മയാണ് ഈ ലോകത്തിൽ ജയിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലോകത്തിലേക്ക് യേശുവിൻ്റെ മനസ്സുമായിട്ട്, യേശുവുമായിട്ട് അവൻ്റെ ജീവിതം പോകുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ തന്നെ നിരവധി സംഘർഷങ്ങൾ നിറയുകയാണ്. ഉള്ളിലുള്ള ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും, യേശുവിൻ്റെ സത്യത്തെ പിടിച്ചുകൊണ്ട് എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള സംഘർഷം അവൻ്റെ ഉള്ളിൽ നിറയുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ പൗലോസ് പറയുന്നത് ഒരു ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു സംഘർഷത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകേണ്ട ഒരു സംഘർഷം. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, ഞാൻ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സമാധാനമല്ല, വാളത്രേ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലായിടത്തും ഇത്തരത്തിലുള്ള സംഘർഷത്തിൻ്റെ, സംഘട്ടനത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുക എന്ന ഒരു സൂചന കർത്താവിൻ്റെ ആ വാക്കുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസിൻ്റെ ലേഖനങ്ങൾ എടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ ഒരു ആന്തരികമായ സംഘർഷത്തെക്കുറിച്ച് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ഉടനീളം പരാമർശിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, 1 കൊരിന്ത്യർ 2-ാം അധ്യായം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. ഇവിടെ എല്ലാം നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു ആത്മീയ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആന്തരികമായ സംഘർഷത്തെക്കുറിച്ച്, പോരാട്ടത്തെക്കുറിച്ച്, ജഡവും അതുപോലെ ആത്മാവും തമ്മിലുള്ള
പോരാട്ടത്തെക്കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ ഈ ഒരു തിയോളജി അത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ ഒരു മനുഷ്യൻ്റെ ജന്മന അവൻ്റെ ഉള്ളിലുള്ള പാപ സ്വഭാവങ്ങളാണ്. അവൻ്റെ ജന്മന മനുഷ്യനിൽ എല്ലാം തന്നെ ജന്മസ്വഭാവം അവൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അത് എങ്ങനെയാണ് വന്നത് എന്ന് പൗലോസ് പറയുമ്പോൾ, അത് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലാണ് പറയുന്നത്. അത് ആദമിൽ നിന്നും ഉടലെടുത്തതാണ്. അപ്പം ആദമിൽ ജനിച്ചവരെല്ലാം തന്നെ ഈ ദൈവത്തോട് മത്സരിക്കുന്നവരും ദൈവത്തോട് എതിർക്കുന്നവരും സ്വാർത്ഥതയും അതുപോലെ അനുസരണക്കേട് കാണിക്കുന്നവരും അങ്ങനെ ദൈവത്തോട് മത്സരിക്കുകയും ചെയ്യുന്ന പ്രകൃതമുള്ളവരുമാണ് എന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ പൗലോസിൻ്റെ ലേഖനങ്ങൾ മുഴുവൻ നമ്മൾ എടുത്ത് പഠിക്കുന്ന സമയത്ത് ഈ ആദമിലൂടെ ജനിച്ചവരായ മാനവരാശിക്കെല്ലാം തന്നെ ഈ ഒരു തിന്മ സ്വഭാവം അവൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതെങ്ങനെയാണ് മാറ്റുവാനായിട്ട് സാധിക്കുക? അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത്, ആദ്യത്തെ ആദാം എന്ന് പറയുന്നത് അവൻ മരണത്തിൻ്റെ മനുഷ്യനായിട്ട് ജനിച്ചുവെങ്കിൽ ദ സെക്കൻഡ് ആദാം, അതായത് യേശു രണ്ടാമത്തെ ആദാമായിട്ട് വന്നു. അവനാണ് ജീവിപ്പിക്കുന്ന ആദാമായിട്ട് മനുഷ്യനായിട്ട് മാറിയത് എന്ന് പൗലോസ് പറഞ്ഞത്. അതുകൊണ്ട് യേശുവിലുള്ള വിശ്വാസത്തിലൂടെ യേശുവിലൂടെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ മനുഷ്യനെ, അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ ഈ മനുഷ്യനെ നമുക്ക് ഇല്ലാതാക്കി യേശുവിൻ്റെ രൂപം പൂണ്ടുകൊണ്ട് യേശുവിൻ്റെ മക്കളായിട്ട് യേശുവിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും എന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പൗലോസിൻ്റെ ഈ ഒരു തിയോളജിയുടെ ഒരു വളരെ ചുരുക്കമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വായിച്ച് കേൾക്കുന്ന ഈ ഭാഗത്ത് ഒന്നാമത്തെ 2 അധ്യായങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 7-ാം അധ്യായവും 8-ാം അധ്യായവും ഒരുമിച്ചാണ് നമുക്ക് ഈ ഒരു ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തെ ഭാഗത്ത് പൗലോസ് പറയുന്നത്, ഇത്തരത്തിൽ ഞാൻ ഈ യേശുവിൻ്റെ ഇഷ്ടമല്ലാതെ എന്നിൽ വസിക്കുന്ന പാപപ്രമാണത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാനൊരു പാപിയാണ്, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്ന ഭാഗത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതേ സമയത്ത് 2-ാമത്തെ അധ്യായത്തിൽ അവിടെ പൗലോസ് പറയുന്നത്, എന്നാൽ ഈ പാപത്തിൻ്റെ പ്രമാണത്തിനെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് യേശുക്രിസ്തുവിലൂടെ സാധിക്കും, യേശുക്രിസ്തുവിലൂടെ എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കും എന്നതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഞാൻ പാപിയായിട്ടുള്ള മനുഷ്യനാണ്, നന്മ ചെയ്യുവാൻ ഞാൻ ഇച്ഛിക്കുന്നു, എന്നാൽ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ട് 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശുക്രിസ്തുവിലൂടെ എനിക്ക് ഇതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും എന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ഞാൻ പാപിയാണ്, മനുഷ്യരെല്ലാം പാപികളാണ്, അതുകൊണ്ട് എല്ലാവരും തിന്മ ചെയ്യുന്നവരാണ്, ഞാൻ തെറ്റ് ചെയ്തു പോകാൻ സാധ്യതയുള്ളവരാണ്, അത്തരത്തിൽ ബലഹീനതയുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നമ്മുടേതായിട്ടുള്ള, നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും എല്ലാവിധമായിട്ടുള്ള തിന്മകൾക്കും ഒരുപാട് ന്യായങ്ങൾ പറയുവാനായിട്ട് ശ്രമിക്കുന്നവരാണ്. എന്നാൽ അവിടെ ഒരു തരത്തിലുമുള്ള എക്സ്ക്യൂസും ഇതിനില്ല എന്നതാണ് ഇവിടെ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട, ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടതാണ് ഈ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ യേശുവിൽ വസിക്കുന്നവർക്ക്, യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുക. എന്നാൽ ആ സംഘർഷം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തെറ്റുകൾ ചെയ്യുന്നതിനും എല്ലാവിധമായിട്ടുള്ള തിന്മകൾ ചെയ്യുന്നതിനുമുള്ള ഒരു എക്സ്ക്യൂസായിട്ട് മാറരുത് എന്നുകൂടി ഈ ഒരു ടെസ്റ്റ് 2 ഭാഗം കൂടി ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് നമുക്കത് നമ്മോട് പറയുന്നത് അതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാൻ കഴിയാത്ത പല ശീലങ്ങളുണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് മദ്യപാനത്തോടാകാം, ഡ്രഗ്സിനോടാകാം, അങ്ങനെ പല കാര്യങ്ങളോടുള്ള അഡിക്ഷൻ ഉണ്ടാകാം. എന്നാൽ ഈ അഡിക്റ്റായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുവാനായിട്ട്, അത് ഒഴിവാക്കുവാനായിട്ട് വലിയ പ്രയാസമാണ്. നമുക്കത് ഒഴിവാക്കാനായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാകും, എന്നാൽ പലപ്പോഴും നമുക്കത് മാറ്റുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന ഒരു വലിയ
പ്രശ്നം പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പല സ്വാഭാവികമായിട്ടുള്ള ചിന്തകളെന്ന് പറയുന്നതും അതുപോലെ തന്നെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നതുമൊക്കെ പലർക്കും പല രീതിയിലുള്ള സ്വഭാവങ്ങളുണ്ട്. പലപ്പോഴും അത് ഈ പൗലോസ് പറയുന്നത് പോലെ ആദമിലൂടെ ഉടലെടുത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള തിന്മ സ്വഭാവങ്ങളാണ്, ഈ പെർവേർട്ടഡ് മൈൻഡാണ് എന്നുള്ളതാണ്. അത് ആദമിൽ നിന്നും വന്നിട്ടുള്ളതാണ്. എന്നാൽ അതിനെ പലപ്പോഴും നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കില്ല. പല രീതിയിലുള്ള പല നിലയിലുള്ള സ്വഭാവ രീതികളുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലർ ഇത്തരത്തിലുള്ള പല മദ്യപാനത്തിനും ഡ്രഗ്സിനും ഒക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. പലതരത്തിലുള്ള കള്ളങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. പലതരത്തിലുള്ള മോഷണം അതുപോലെ അങ്ങനെ ചെയ്യുന്ന ക്രിമിനൽസ് ഉണ്ട്. അങ്ങനെയുള്ള പല ആളുകളെ നമുക്ക് ഈ പല നിലവാരത്തിലുള്ള ലെവലിലുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പലപ്പോഴും ഇതിൽ നിന്ന് മാറുവാനായിട്ട് കഴിയാതെ വരുമ്പോൾ പലപ്പോഴും ഈ ഒരു ഭാഗത്തെ ഈ പൗലോസ് പറഞ്ഞ അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ഒരു പ്രമാണം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാനായിട്ട് കഴിയില്ല എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും മാറ്റുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതും ഒരു വലിയ സത്യമാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ, ഒരു യോഗിയായിട്ടുള്ള ഒരു മനുഷ്യൻ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു പാമ്പിനെ, അതായത് തീയുടെ ഉള്ളിൽ അകപ്പെട്ടു പോയ ഒരു പാമ്പിനെ അദ്ദേഹം കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അദ്ദേഹം പോകുന്ന വഴിക്ക് ഈ പാമ്പ് നിലവിളിക്കുകയാണ്, അയ്യോ ആരെങ്കിലും വന്ന് എന്നെ ഈ തീയിൽ നിന്നും രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പ് നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്നു, പാമ്പുമായിട്ട് സംസാരിച്ചു. അങ്ങനെ പാമ്പുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പാമ്പ് പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഈ തീയിൽ നിന്ന് രക്ഷിക്കണം, ഞാൻ ഇവിടെ കടന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെന്ത് മരിച്ചു പോകും, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ എനിക്ക് ആപത്തായിട്ട് മാറും. നീ ഒരു പാമ്പാണ്, നിന്റെ സ്വഭാവം എന്താണ് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ആപത്താകില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പാമ്പ് പറഞ്ഞു, ഇല്ല, ഒരിക്കലും ആപത്താകില്ല, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിച്ചാൽ മതി എന്ന് പാമ്പ് പറയുകയും കേണപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഈ മനുഷ്യൻ തൻ്റെ കൈ തീയുടെ ഉള്ളിലൂടെ നീട്ടി ആ പാമ്പിനെ ആ തീയുടെ ഉള്ളിൽ നിന്നും പിടിച്ച് രക്ഷിച്ചു. ആ രക്ഷിക്കുന്ന സമയത്ത്, പിടിച്ച സമയത്ത് ഈ പാമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആഞ്ഞു കൊത്തി. അങ്ങനെ അദ്ദേഹം അതിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ സമയത്ത് ആ പാമ്പ് പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ ഞാനൊരു പാമ്പാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എത്രയായാലും എൻ്റെ ആ സ്വഭാവം, ജൈവികമായിട്ടുള്ള സ്വഭാവം എനിക്ക് മാറ്റുവാനായിട്ട് സാധിക്കില്ല. ആ സ്വഭാവം ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയുണ്ടായി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതാണ് സത്യത്തിൽ പൗലോസ് പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള, നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിട്ടുള്ള ആദാമിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ആ പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് പൗലോസ് നമ്മോട് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേട്ട എല്ലാ ടെക്സ്റ്റുകളിലും, പഴയ നിയമത്തിലാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ കൽപ്പനകളെ എഴുതും, ഇനി കൽപ്പലകളിലല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി നിങ്ങളെൻ്റെ പ്രമാണത്തെ അനുസരിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ ഞാൻ മാറ്റും എന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് യെരമ്യാ പ്രവാചകൻ പറയുന്നത്. നമ്മൾ പുതിയ നിയമം സുവിശേഷം വായിക്കുന്ന സമയത്ത് അവിടെ യേശു പറയുന്നു, അതായത് പുത്രൻ സ്വതന്ത്രമാക്കിയാൽ എല്ലാവരും സ്വതന്ത്രന്മാരാകും. എല്ലാവരും ആർക്ക് അടിമത്തം ഉള്ളവരാണ്? പാപത്തിന്, തിന്മയ്ക്ക്, പിശാചിന് അടിമത്തമുള്ളവരാണ് എന്ന് അവിടെ യേശു പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ടെസ്റ്റ് നമ്മെ അവസാന ഭാഗമായിട്ട് എത്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്വാളിറ്റി ലൈഫ് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു വളരെ ഏറ്റവും ഗുണമേന്മയുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ആദാമിലൂടെ എല്ലാ മനുഷ്യരും ഇത്തരത്തിൽ ഈ പാപത്തിൻ്റെ അധീനതയിലേക്ക് വീണ് എല്ലാ തിന്മയ്ക്കും, അവൻ്റെ സ്വാർത്ഥതയ്ക്ക്, അവൻ്റെ അത്യാഗ്രഹത്തിന്, അവൻ്റെ ഇഷ്ടങ്ങൾക്ക്, ഇതിനൊക്കെ വഴിപ്പെട്ടുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള തിന്മയും അനീതിയും അസത്യവും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ലോകമായിട്ട് മാറിയെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്നാണ് ഈ ടെസ്റ്റുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതപ്പെട്ട അവസ്ഥ, അത് ഒരിക്കലും ന്യായപ്രമാണത്തിലല്ല, പുസ്തകങ്ങളിലെല്ലാം. പഴയ നിയമത്തിൽ നമ്മൾ അത്തരത്തിലാണ് കാണുന്നത്, കൽപ്പനകളിൽ എഴുതിയ ന്യായപ്രമാണത്തെ. പുതിയ നിയമത്തിൽ വരുന്ന സമയത്ത് യേശു മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ പറയുന്നത്, അവിടെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുറിച്ച് പറയുന്ന സമയത്ത് അവർ ഈ എല്ലാ തരത്തിലുമുള്ള ന്യായപ്രമാണത്തെക്കുറിച്ച് പഠിച്ച് പറയുന്നവരാണ്. അവരുടെ ഈ തൊങ്ങലുകളിൽ, അവരുടെ അങ്കികളിലെല്ലാം ഈ ന്യായപ്രമാണമാണ് എഴുതിയിട്ടുള്ളത്. അതിനെ വെച്ചിട്ടാണ് അവരുടെ അങ്കികളുടെ നീളം കൂട്ടുന്നത്. അപ്പോൾ അവർ ധരിക്കുന്ന വസ്ത്രത്തിലും അവരെഴുതിയിട്ടുള്ള കാര്യങ്ങളിലും അവർ പറയുന്നതിലും എല്ലാം ദൈവത്തിൻ്റെ ന്യായപ്രമാണമുണ്ട്. എന്നാൽ അവർ അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ഇത്തരത്തിലുള്ള നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള ഒരു ഈ പാപത്തിൻ്റെ അടിമത്തം എന്ന് പറയുന്നത് ഈ ആദമിൽ നിന്നും നമുക്ക് മാനുഷികമായിട്ട്, നമ്മുടെ ജഡീകമായിട്ട് ലഭിച്ചിട്ടുള്ളതാണ്. അത് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരുന്നതാണ് എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് നമുക്ക് മോചനം നേടുവാനായിട്ട് സാധിക്കുക യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ട് യേശു പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് പറയുന്നത്. അതുതന്നെയാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു യേശുവിൽ ഇനി യാതൊരു ശിക്ഷാവിധിയുമില്ല എന്ന് പൗലോസ് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ള നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകണം എന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മൾ ജീവിച്ച അല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന സ്വഭാവമുള്ളവരാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പൗലോസ് പറഞ്ഞ പോലെ ഒരു സംഘർഷം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കേണ്ടതായിട്ടുണ്ട്. തിന്മയും നന്മയും തമ്മിലുള്ളൊരു പോരാട്ടം, നമ്മുടെ ജീവിതത്തിൽ ഈ ജഡീകവും ആത്മാവും തമ്മിലുള്ള ഒരു പോരാട്ടം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് ഉണ്ടാകണമെങ്കിൽ യേശുവിനെ കണ്ടവർക്കാണ്, യേശുവിനെ അറിയുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ആ ഒരു സംഘർഷം ഉണ്ടാകുക. അല്ലാത്തവർക്ക് അത്തരത്തിലുള്ള സംഘർഷത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. എന്നാൽ യേശുവിനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയവർക്ക്, യെശുവിനെ യഥാർത്ഥമായിട്ട് അറിയുന്നവർക്ക് അവരുടെ ഉള്ളിൽ ആ സംഘർഷം ഉടലെടുക്കും. അവരെപ്പോഴും ആ തിന്മ സ്വഭാവത്തെ, ആ തിന്മ പെരുമാറ്റത്തെ എപ്പോഴും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പണ്ട് നമ്മുടെ പള്ളിയിൽ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ഒരു അച്ഛനായിരുന്നു ഫ്രാൻസിസ് അയ്യൻ. അദ്ദേഹം പണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം പറഞ്ഞ് കേട്ടത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് 2 മൃഗങ്ങളെക്കുറിച്ചാണ്. ഒന്ന് പന്നി, ഒന്ന് ഒരു ആട്. ഈ ആടിൻ്റെ മേലെ എപ്പോൾ എന്തെങ്കിലും ഒരു ചളി ആയിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചളിയോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ചുമരിലോ അല്ലെങ്കിൽ മരത്തിലോ പോയി ഒരതി അതിൻ്റെ മുകളിലുള്ള ആ ചളി എങ്ങനെയെങ്കിലും നീക്കി കളയും. അതാണ് ആടിൻ്റെ സ്വഭാവം. എന്നാൽ പന്നിയെ നമുക്കറിയാം, പന്നി എപ്പോഴും ഈ ചളിയിൽ, ഏത് വൃത്തികെട്ട അവസ്ഥയിലും എപ്പോഴും കിടക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു മൃഗമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ ചളിയിൽ കിടന്ന് ഉരുളുക, ചളി തെറിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ഈ പന്നിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ക്യാരക്ടറാണ്. ഒരു ചളി അല്ലെങ്കിൽ എല്ലാ വൃത്തികെട്ട സംഭവങ്ങളോടുമുള്ള സമീപനം. ഈ ആടിനറിയാം ഇത് ചളി എന്ന് പറയുന്നത് വളരെ മോശമാണ്, അത് ശരീരത്തിൽ പറ്റാൻ പാടില്ല, അത് വൃത്തികെട്ടതാണ് എന്ന് അറിയുന്നത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഈ പന്നിയെ സംബന്ധിച്ച് അതിന് ഒരു തരത്തിലുമുള്ള മോശമായിട്ട് ഈ ചളി അതിന് അനുഭവപ്പെടില്ല. അത് ചളിയിലാണ് എപ്പോഴും കഴിയുന്നത്. ചളി ഇങ്ങനെ വിതറിക്കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ് പന്നിക്ക് എപ്പോഴും ഉള്ളത്. അപ്പോൾ ഈ ഒരു ആശയത്തെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പല ജീവികളെയും നോക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത മണം, നമുക്കിഷ്ടമില്ലാത്ത ഗന്ധങ്ങൾ പലപ്പോഴും പല ജീവികളെ സംബന്ധിച്ചും വളരെ ഇഷ്ടമുള്ളതും വളരെ പ്രിയപ്പെട്ടതുമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത്തരത്തിൽ പന്നിയെ സംബന്ധിച്ച് ഈ വൃത്തികെട്ട എല്ലാ മണങ്ങളും വളരെ ഇഷ്ടമുള്ളതാണ്, അതിൻ്റെ ആ ഒരു ഗന്ധത്തിനനുസരിച്ച് വളരെ പ്രിയപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഈ ആടിനെ പോലെ എപ്പോഴും വൃത്തിയുള്ളവരായിരിക്കണം എന്ന് അന്ന് അയ്യൻ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള വശങ്ങളിലും, ആരോട് പെരുമാറുകയാണെങ്കിലും ഇടപെടുകയാണെങ്കിലും നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ എല്ലാം തന്നെ ഈ
ഒരു സത്യസന്ധമായ ക്വാളിറ്റിയുള്ള ഒരു പെരുമാറ്റത്തെ, ഒരു ജീവിതത്തെ എപ്പോഴും നൽകാനായിട്ട് സാധിക്കണം. അതിന് ഒരുപാട് സംഘർഷം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് സംഘർഷങ്ങൾ നിറഞ്ഞതാണ്. കാരണം എല്ലായ്പ്പോഴും ഈ നന്മ ചെയ്യാനായിട്ടും എല്ലാവിധമായിട്ടുള്ള നല്ല വഴിയിൽ നടക്കാനായിട്ടും ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നിരവധി സംഘർഷങ്ങളുടെ മധ്യത്തിലൂടെ മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിന് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ സംഘർഷങ്ങൾ ഉള്ളവരായിട്ട് ദൈവത്തിൻ്റെ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്വാളിറ്റി നമ്മൾ ചെലവഴിക്കുന്ന, നമ്മൾ നൽകുന്ന, മറ്റുള്ളവരോട് ഇടപെടുന്ന, നമ്മുടെ സംസാരത്തിലാണെങ്കിലും നമ്മുടെ ഇടപാടിലാണെങ്കിലും നമ്മൾ നൽകുന്ന ഏതെങ്കിലും കുറച്ച് സമയം ആരെങ്കിലുമായിട്ട് ചെലവഴിക്കുകയാണെങ്കിൽ പോലും ആ സമയം പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ക്വാളിറ്റിയുള്ള സമയമായിട്ട് നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു സാക്ഷ്യത്തെ ലോകത്തിന് നൽകുന്നവരായിട്ട് തീരുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരട്ടെ. പൗലോസ് പറയുന്ന ഈ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പൗലോസിൻ്റെ ആശയത്തിൽ നമുക്ക് ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിനെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധ്യമായിട്ട് തീരുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിലൂടെ, യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകയിലൂടെ, യേശുവിലൂടെ മാത്രമാണ് നമുക്കതിനെ എല്ലാവിധമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളെ, എല്ലാവിധമായിട്ടുള്ള സംഘർഷങ്ങളെ മറികടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. അങ്ങനെ ഒരു ദൈവത്തിലുള്ള ആ സമർപ്പണത്തോടു കൂടി പഴയ നിയമത്തിൽ പറയുന്ന പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ഹൃദയം വസിക്കുന്ന അനുഭവത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ ആ വചനം എഴുതിയിരിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട്, അത്തരത്തിൽ സാക്ഷ്യമുള്ളവരായിട്ട് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവേ, അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് ഞങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളെല്ലാവരും തിന്മ നിറഞ്ഞവരാണ്, ദോഷമുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്നു. കർത്താവേ, ക്രിസ്തുവിൻ്റെ അനുഭവത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഈ തിന്മയോടുള്ള പോരാട്ടത്തിൽ ആയിരിക്കാൻ, അത് ഞങ്ങളുടെ മനസ്സുകളിലും ഞങ്ങളുടെ ജീവിതത്തിലുടനീളവും സംഘർഷത്തിലൂടെ ക്രിസ്തുവിന് വേണ്ടി എപ്പോഴും പോരാടുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങളെയും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയും എപ്പോഴും പ്രകടിപ്പിക്കാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്നപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസ പ്രമാണമുറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും കാണപ്പെടുന്നതുമായുമുള്ള സകലത്തെയും സൃഷ്ടിയായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകമൊക്കെ തന്നെ പിതാവ് ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടവൻ, പിതാവുടെ അയുക്തമുള്ളവൻ. അവനാ സകലമുണ്ടായി മനുഷ്യരായി നമുക്കും സൃഷ്ടിക്കുന്ന സുഖം നിറങ്ങി വിശുദ്ധാത്മാവിനെ തന്നെ അവതരിച്ച് മനുഷ്യരായി തീർന്നു. പ്രകാരം മൂന്നാം ദിവസം മരിച്ചെഴുന്നേറ്റ് ഇതിലേക്ക് കയറി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ്റെ വഴിയിൽ മരിച്ചവരെ ഞാൻ വിളിപ്പാൻ സഭയ്ക്ക് എല്ലാവർക്കും ഇരിക്കാം. സഭയോട് അറിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ: കഴിഞ്ഞ ആഴ്ചയിൽ പൊതുവഴിപാടായിട്ട് ലഭിച്ചത് 8618 രൂപ, ജന്മദിന സ്തോത്രദാനമായിട്ട് ലഭിച്ചത് 2700 രൂപ, പൂർഫണ്ടിലേക്ക് ലഭിച്ചത് 1850 രൂപ, സൺഡേ സ്കൂൾ ഓഫർട്ടറി ആയിട്ട് ലഭിച്ചത് 385 രൂപ. അങ്ങനെ ആകെ
13,553 രൂപ. കഴിഞ്ഞ ആഴ്ചയിൽ റവറൻറ്റ് ബിജോളൻ്റ് പി ജോസഫ് അച്ഛന് വേണ്ടി ഒരു ഡോർ കളക്ഷൻ നടത്തുകയുണ്ടായി. നമ്മുടെ സഭാജനങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ആവശ്യത്തിലേക്ക് അകമഴിഞ്ഞ് സഹകരിച്ചു. സൃജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിലാണ് ഡോർ കളക്ഷൻ നടത്തിയത്. ഏകദേശം 27,000 രൂപ നമുക്ക് ഈ ഒരു ഡോർ കളക്ഷനിലൂടെ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ സഭയായിട്ട് 30,000 രൂപയാണ് അച്ഛന് കൊടുത്തത് എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെയും കുടുംബത്തെയും മകളെയും ഓർക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. 5/9/2025 5,000 രൂപ സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരനോടും കുടുംബത്തോടുമുള്ള നന്ദി, സ്നേഹവും ഞാൻ ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഒക്ടോബർ മാസം 12-ാം തീയതി നമ്മുടെ കൊയ്ത്തുത്സവം നടത്തപ്പെടുകയാണ്. സഭാജനങ്ങളെല്ലാവരും ഈ കൊയ്ത്തുത്സവത്തിൻ്റെ നടത്തിപ്പും കൊയ്ത്തുത്സവ ആരാധനയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെക്കണം, ഓർക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കൊയ്ത്തുത്സവവുമായിട്ട് ബന്ധപ്പെട്ട റാഫൽ ടിക്കറ്റിൻ്റെ വിതരണം നടന്നു വരുന്നു. എല്ലാവരും ഈ റാഫൽ ടിക്കറ്റിൻ്റെ വിൽപ്പനയിൽ സഹകരിക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. വരുന്ന ഞായറാഴ്ച ടീച്ചേഴ്സ് സൺഡേ ആയിട്ട് ആചരിക്കുന്നതിനാൽ നമ്മുടെ സഭയിലെ ടീച്ചേഴ്സ് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും എന്ന കാര്യം അറിയിക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം ടീച്ചേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ടീച്ചേഴ്സും ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. ബിഷപ്പ് സർക്കുലർ BP/45/2025 ബിഷപ്സ് സ്റ്റഡി ടൂറിൻ്റെ ഭാഗമായിട്ട് തുർക്കിയിലെ നൈസയിൽ ബിഷപ്പ് പോകുന്നതിനാൽ സെപ്റ്റംബർ മാസം 8 മുതൽ 14 വരെയുള്ള തീയതികളിൽ ബിഷപ്പ് സ്ഥലത്തുണ്ടായിരിക്കില്ല എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. ബിഷപ്പിൻ്റെ അസാന്നിധ്യത്തിൽ റവറൻ ജേക്കബ് ഡാനിയൽ ക്ലർജി സെക്രട്ടറി ബിഷപ്പ് കമ്മീസറിയായിട്ട് സേവനം ചെയ്യുന്നതായിരിക്കും. മിസ്സിസ് സജു മേരി എബ്രഹാം, മിസ്റ്റർ വിപിൻ ജോസഫ് ആന്തൂരുവളപ്പിൽ, മിസ് നിംഷി എന്നിവർക്ക് 18/9/2025 CSI കത്തീഡ്രൽ വെച്ച് ഡീക്കൻ ഓർഡിനേഷൻ നൽകുന്നതായിരിക്കും എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. സഭാ മക്കളെല്ലാവരും ഈ പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അറിയിക്കുന്നു. റവറൻ സിനോജ് മാഞ്ഞുരാൻ എന്നിവരെ ഡയസൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം മലബാർ ക്രിസ്ത്യൻ കോളേജ് മാനേജറായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന കാര്യം സഭയെ അറിയിക്കുന്നു. കൺഫർമേഷൻ ക്ലാസ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 4:30 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൺഫർമേഷൻ ക്ലാസ് വൈകുന്നേരം 4:30 മണിക്ക് ഉണ്ടായിരിക്കുന്നതായി. ഡീക്കൻ ഓർഡിനേഷൻ സീക്വൻസ്. ക്രിസ്റ്റ് മെമ്മോറിയൽ CSI ചർച്ച് കൊടക്കൽ ഇടഭാഗവും ഇപ്പോൾ മലബാർ മഹാഇടവക ഗുണ്ടറ്റ് മെമ്മോറിയൽ CSI ചർച്ച് കാലിക്കറ്റ് ശുശ്രൂഷകനുമായ ശ്രീ വിപിൻ ജോസഫ് ആന്തൂരുവളപ്പിൽ മലബാർ മഹാഇടവക പാസ്റ്ററൽ ആൻഡ് മിനിസ്റ്റീരിയൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം മലബാർ മഹാഇടവക ബിഷപ്പ് സെപ്റ്റംബർ 18-ാം തീയതി ഡീക്കൻ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നു. ശ്രീ വിപിൻ ജോസഫ് ആന്തൂരുവളപ്പിൽ പ്രസ്തുത ശുശ്രൂഷ സ്ഥാനത്തേക്ക് വിളിക്കപ്പെടാതിരിക്കേണ്ടതിന് ന്യായമായ കാരണങ്ങൾ വല്ലതുമുണ്ടെന്ന് നിങ്ങളിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ
ആയത് സെപ്റ്റംബർ മാസം 15-ാം തീയതിക്ക് മുൻപായി മലബാർ മഹാടവക ബിഷപ്പിനെ അറിയിച്ചു കൊള്ളേണ്ടതാണ് എന്ന കാര്യം അറിയിക്കും. നമ്മുടെ കൊയ്ത്തുത്സവമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം അറിയിക്കട്ടെ. കൊയ്ത്തുത്സവത്തിലേക്ക് പാട്ടുകൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം പാട്ടുകൾ അനവധി ഉണ്ടായിരുന്നു, ആരാധന നീണ്ടുപോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഉണ്ട് എന്ന കാര്യം കൂടി സഭാജനങ്ങൾ അറിയണം. എന്നാൽ പാസ്റ്ററി കമ്മിറ്റി ഒരു കാര്യം ചർച്ച ചെയ്ത സമയത്ത് പാട്ടുകൾ പാടാൻ ആഗ്രഹിക്കുന്നവർക്ക് പാട്ടുകൾ പാടാനുള്ള അവസരം നൽകണം എന്ന ഒരു അഭിപ്രായം തന്നെയാണ് വന്നത്. അതുകൊണ്ട് പാട്ടുകൾ എല്ലാവരും നൽകുമ്പോൾ അധികം ദീർഘിപ്പിക്കാത്ത രീതിയിലുള്ള പാട്ടുകളും ഓരോ രണ്ട് സ്റ്റാൻസിൽ കൂടാതെ പാട്ടുകൾ പാടുവാനും ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടും അവസാനം പാട്ടുകൾ വരുന്ന സമയത്ത് 2 സ്റ്റാൻസയിൽ കൂടുതലുള്ള പാട്ടുകൾ ഒക്കെയും വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് അവസാന നിമിഷത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് ഇത് നമ്മൾ പള്ളിയിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ അത് ഗൗരവമായിട്ട് തന്നെ സഭാജനങ്ങൾ പരിഗണിക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. അതുകൊണ്ട് പാട്ടുകൾ പാടുവാനായിട്ട് താല്പര്യപ്പെടുന്നവർ പേരുകൾ കൊയർ മാസ്റ്ററെയാണ് ഏൽപ്പിക്കേണ്ടത് എന്ന കാര്യം അറിയിക്കുന്നു. എത്രയാണ് അതിൻ്റെ അവസാന ഡേറ്റ് എന്നുള്ളത് അടുത്ത ആഴ്ച നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പുകൾ പാടുന്നവർ ശ്രദ്ധിക്കുക. പരമാവധി ഒരു ഗ്രൂപ്പിൽ മാത്രം പാടാനും എല്ലാ ഗ്രൂപ്പിലും എല്ലാവരും പാടുന്ന രീതികൾ ഒഴിവാക്കുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടാകേണ്ടത്. ഇത് നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക്, നിങ്ങളുടെ പരിഗണനയിലേക്ക് നമ്മൾ വിടുകയാണ്. എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലും എല്ലാവർക്കും വേറെ വിഷമങ്ങളില്ലാത്ത രീതിയിലും പ്രയാസങ്ങളില്ലാത്ത രീതിയിലും, അതായത് ഒരുപാട് നേരം വൈകി പ്രയാസപ്പെടാത്ത രീതിയിലും നമ്മുടെ ഈ വർഷത്തെ കൊയ്ത്തുത്സവം നടത്തപ്പെടുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. അതുകൊണ്ട് നന്നായിട്ട് നല്ല പാട്ടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാട്ടുകൾ എല്ലാവരും അവതരിപ്പിക്കുക. അത്തരത്തിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരട്ടെ എന്ന കാര്യം അറിയിക്കുന്നു. കൊയർ മാസ്റ്ററെയാണ് പാട്ടുകൾ ഏൽപ്പിക്കേണ്ടത് എന്ന കാര്യം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയവരുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ലെസ്ലി ജയരാജ് തൊട്ടിപ്പറമ്പിൽ, പ്രമീള രഞ്ജിനി വിളയിൽ, അബ്രഹാം വില്യം പുന്നാങ്കുഴി, ആൻവിയ ആൻഡ്ര ഉളാട്ടിൽ, അന്നക്കുട്ടി അന്തൂർ വളപ്പിൽ, ജീന എഡ്വിൻ തുമ്പിപ്പുറം, സ്റ്റാൻലി ജയരാജ് വേരൂർ, ചാർലസ് ആൽഫ്രഡ് പീറ്റർ തയ്യിൽ, റീറ്റ ഗ്ലാഡിസ് അണിമംഗലം, സജിത് സൈലാസ് അമേങ്കര, ആനി അജിത് കുമാർ തക്കഞ്ചേരി, ദിലീപ് കുമാർ സാമുവൽ വേരൂർ, ജെസിക്ക ഹെലൻ പിലാക്കോട്ടിൽ, ലിറിൻ ജോയ് വളവത്ത്, കെവിൻ സേത്ത് പരങ്ങത്ത്, ആൻഡ്രിയ ബിയാട്രിസ് മൺട്രോൾ, പോൾ റൊണാൾഡ് പൂവത്ത്, ജൂലിയ മറിയ ഷൈനി ചിറക്കൽ, അജിൽ റോയ് അന്തൂർ വളപ്പിൽ, ശോഭ വിനയൻ ചിറക്കൽ, അന്നമ്മ സാമുവൽ പൊന്നാങ്കുഴി. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. 29-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം പാടാം. 29-ാം ഗീതത്തിൻ്റെ 4-ാമത്തെ ചരണം. നോക്കുന്നു കണ്ണുകളെല്ലാം കർത്താവേ നിങ്കിലേക്കിതാ. കർത്താവേ നീ
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവന്റെ നാഥനും ജീവന്റെ പരിപാലകനുമായ സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം പ്രിയപ്പെട്ട മക്കളോട് കൂടെ കഴിഞ്ഞ നാളുകളിൽ ഇരുന്നു അവരെ അതിശയകരമായി അത്ഭുതമായിട്ട് വഴി നടത്തി ഒരു പുതിയ വർഷത്തിലേക്ക് കൊണ്ടുവന്നുവല്ലോ. ഈ പുതിയ വർഷത്തിലും ആ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ട് എന്ന ഉറപ്പോടെ, വിശ്വാസത്തോടെ, ദൈവാശ്രയത്തോടു കൂടി അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കാനായിട്ട് പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. കർത്താവിൻ്റെ ദിവ്യമായ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. ഈ പുതിയ വർഷം ഏറ്റവും നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാക്കണമേ. വിവാഹ വാർഷികം കൊണ്ടാടിയവരെ ഞാൻ ഓർക്കുന്നു. കർത്താവെ, കുടുംബജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് ദൈവം പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിച്ചു കൊണ്ടുവരിക. കഴിഞ്ഞ നാളുകളിൽ ദൈവം നല്ലവനും വല്ലവരുമായിരുന്നു എന്ന് അനുഭവിച്ചറിയാൻ സാധിച്ചതിനായിട്ട് അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ഈ പുതിയ വർഷത്തിലും ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയിൽ ആശ്രയിക്കും എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് പ്രിയപ്പെട്ട മക്കളെ ഈ പുതിയ വർഷം പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയുടെ അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു പുതിയ വർഷമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പലവിധമായിട്ടുള്ള ദൈവകൃപകൾ, നന്മകൾ അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നന്ദിയോടുകൂടി ആയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ശ്രമിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. തുടർന്നും ദൈവാശ്രയത്തോടുകൂടി ജീവിക്കാൻ അവിടുത്തെ സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മാസക്കാലം ദൈവത്തിൻ്റെ കൃപ നമ്മെ നടത്തിയതോർത്ത് സ്തുതിക്കാം. ഒരു പുതിയ മാസത്തിൽ, പുതിയ ഞായറാഴ്ച ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കാൻ നമുക്ക് കർത്താവ് കൃപ ചെയ്തു. ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന കരം നടത്തി. യാത്രാ മേഖലകളിൽ, ജോലി സ്ഥലങ്ങളിൽ, കുടുംബ മേഖലകളിലേക്കെയും ദൈവസാന്നിധ്യം നമ്മെ നടത്തി സ്തുതിക്കാം. പുതിയ മാസത്തിൻ്റെ എല്ലാ നന്മകൾക്കായും ദൈവസന്നിധിയിൽ നമ്മെ വിനയപ്പെടുത്താം. ദൈവത്തെ നോക്കി വിളിക്കുന്ന സമയത്തൊക്കെയും എപ്പോഴും അടുത്തിരിക്കുന്ന ഇത്ര നല്ല ദൈവം അത് നമുക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. നാം എത്ര ശ്രേഷ്ഠതയുള്ളവരാണ്. ഹൃദയങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഏതു തര വേദനകളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ദൈവത്തോട് പറയാം. പ്രത്യേകിച്ച് അടുത്ത മാസം നടത്തുവാനിരിക്കുന്ന കൊയ്ത്തുത്സവം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ ദേശത്ത് പാർത്ത് വേല ചെയ്യുവാനും വിശ്വസ്തയോടുകൂടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളൊക്കെ നിറവേറ്റുവാനും കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും കൃപ ചെയ്യും. ഒരു വർഷത്തിൻ്റെ എല്ലാ കാർഷിക വിളവുകളോടുകൂടെ അതിൻ്റെ ഫലത്തോടുകൂടെ കടന്നു വരുമ്പോൾ നമ്മെ തന്നെ വിനയപ്പെടുത്തുന്ന, സമർപ്പിക്കുന്ന ഒരു ഉത്സവമായി തീരട്ടെ. നമ്മുടെ ദേശത്തിന് ഏറ്റവും അനുഗ്രഹമുള്ള ഒരു ഉത്സവമായി തീരട്ടെ.
അന്നത്തെ ദൈവവചനങ്ങൾ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. അന്നത്തെ ആരാധനകൾ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. നമുക്ക് സമർപ്പിക്കാം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് അച്ഛനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നേതൃത്വം വഹിക്കുമ്പോൾ എല്ലാ കൃപകളും ജ്ഞാനവും കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കമ്മിറ്റി അംഗങ്ങളെയെല്ലാം സമർപ്പിക്കാം. ഡീക്കൻ ഓർഡിനേഷന് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ ലിത്താനെ പ്രാർത്ഥന പങ്കുചേരാം. ഓരോ പ്രാർത്ഥനയ്ക്ക് പിന്നാലെയും അപേക്ഷയ്ക്ക് പിന്നാലെയും കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യം പറയണം. കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യം പറയാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ സിസ്റ്റർക്ക് വേണ്ടിയും വിശേഷ നമ്മുടെ മോഡറേറ്ററിന് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്ററിന് വേണ്ടിയും മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാരായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവൻ്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളേണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പം നിർക്ക ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. നമ്മുടെ ദാനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ 195 ഗീതത്തിൻ്റെ ചടങ്ങ് നമുക്ക് പാടാം. ഗീതം 195. ഹേ ക്രൂശന്മേൽ മരിച്ച മിത്രം, എല്ലാ ഭയദുഃഖത്തിലും. Oh
നമുക്ക് ഈ ദാനങ്ങളെ ദിവസത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. നമുക്ക് ചേർന്ന് ചൊല്ലാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്നത് പോലെ ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് അപ്പം നിൽക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോട് പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ശിക്ഷ മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയെയും അവരുടെ സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദിഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദേവദൂതന്മാരോടും പ്രധാന ദേവദൂതന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടെ നിങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സേനമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവ്, നിനക്ക് മഹത്വം ചൊല്ലിയും നിന്റെ മഹത്വയുടെ നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നതിനും വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി ക്രൂശിന്മേൽ മരണം അനുഭവിപ്പാൻ തന്നുവല്ലോ. അവൻ ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചുരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറെ മരണത്തെയും കഷ്ടപ്പാടിനെയും അവന്റെ മഹത്വമുള്ള പുനരുദ്ധാനത്തെയും സ്വർഗാരണത്തെയും ഓർത്തുകൊണ്ടും അവന് നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിരദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മനെ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിയ എന്ന തലയാകുന്ന അവങ്കലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവന് മൂലമായും അവനോട് കൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു.
സ്വർഗസ്വപിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടസ്രോതല പ്രഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ കർത്താതെ ദുഷ്ടങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മെ തന്നെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുത്താം. നമ്മുടെ എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും നമുക്ക് ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. അനുതാപ ഹൃദയത്തോടുകൂടി തുറന്നു വരുന്ന വിനയ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കരുണയുള്ള കർത്താവേ, നാം നുറുക്കുന്നയപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലെ കൂട്ടായ്മ അല്ലയോ? ജീവന്റെ അപ്പമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീരം സത്യമന്ദിരമുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം, കർത്താവിന്റെ തിരുമേശ ഒരുക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇതിൽ പങ്കുചേരാം.
ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സക്രമ വിശ്വാസത്തെ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ സ്തോത്ര പ്രാർത്ഥന എല്ലാവർക്കും ചേർന്ന് പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യപുത്രനമ്മയുടെ കർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങളെ നിന്റെ മക്കളായി നീ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവൻ്റെ മഹാബലിയുടെ ശരീരവും രക്തമാകുന്ന ആത്മീയ ആഹാരം കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാവത്തിനും നിത്യജീവനും വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിന്റെ വിലതിരാത്ത വ്യവഹാരങ്ങൾക്കായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്ത് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ ശരീരങ്ങളെയും ആത്മാക്കളെയും ജീവനും ശക്തിയുമുള്ള യാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. അതുമാകുന്നവരെ ഞങ്ങൾക്ക് വിശദമായ ആരാധന ഞാൻ ഈ ലോകത്തിനെ അനുരൂപരാകാതെ നല്ലതും പൂർണ്ണമായ ദൈവികതമ്മിനെ തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടാൻ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ നിന്നെ രാജ്യത്തിൻ്റെ കൂടെ സന്തോഷിക്കുന്നതിന് ഹൃദയമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവന് നിന്നോട് പരിശുദ്ധാത്മാർ കൂടെ എന്നേക്കും ഏകദൈവമായി ജീവിച്ച് വാഴുന്നുവല്ലോ. ആമേൻ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും ശക്തിയും ബലമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഒടുവിൽ വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അനുപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആരാധനയുടെ അവസാനമായി 126 ഗീതത്തിൻ്റെ 3-ാമത്തെ ചരണം പാടാം. 126 ഗീതത്തിൻ്റെ 3-ാമത്തെ ചരണം. ഇങ്ങൊന്നിച്ചു നിൽക്കുന്നടയങ്ങൾ കൈയടിച്ചു നേർന്നല്ല എന്ന്. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നാം സമാധാനത്തോടെ പോകാം. നാമത്തിൽ തന്നെ ആമേൻ.